ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട് ആൻഡ് ഫീലിങ്സ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട് ആൻഡ് ഫീലിങ്സ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. കറണ്ട് തോട്ട് ആൻഡ് ഫീലിങ്സ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട് ആൻഡ് ഫീലിങ്സ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് തോട്ട് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 9, 8, 14, 5, 3, 6, 3 ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട് എന്ന് പറയുന്നത് 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെ ഇഗ്നോർ ചെയ്ത് അവർ ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിറകെ പോയതായി കാണുന്നു. 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്, വിട്ടുപോയിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സണ് ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതായി കാണുന്നു. ഓക്കെ, ആ ഓപ്ഷൻ്റെ പിറകെ നിങ്ങളുടെ പേഴ്സൺ 8 ഓഫ് കപ്പ് നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയ ഒരു എനർജി ഇവിടെ കാണുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹെർമിറ്റ് മൂഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ തിരഞ്ഞെടുത്ത കപ്പുകളിൽ ചിലത് അവർക്ക് ഏറ്റവും വേദന നൽകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായത്. അപ്പം അവർ തിരഞ്ഞെടുത്ത കപ്പ് ശരിയായ രീതിയിലുള്ള കപ്പല്ല, അവരെ ചുമ്മാ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോയ കപ്പാണെന്ന് മനസ്സിലായത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ ചീറ്റ് ചെയ്തല്ലോ, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ചില കപ്പിനെ ഉപേക്ഷിച്ചല്ലോ. നിങ്ങളെന്ന് പറയുന്ന കപ്പാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കപ്പിനെ ഉപേക്ഷിച്ച് കൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ സെലക്ട് ചെയ്തതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. വരാൻ പറ്റാത്ത വണ്ണം നിങ്ങളെ ചീറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹെർമിറ്റ് മൂഡിലാണ് പോകുന്നത്. ഓക്കെ, ഹെർമിറ്റ് മൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷൻ ആയിരിക്കുന്നു, മറ്റൊരു വ്യക്തികളുമായിട്ട് കോൺടാക്റ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തന്നിൽ തന്നെ ഒതുങ്ങിക്കൂടി യൂണിവേഴ്സിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ചിന്തകളാണ് ഉള്ളത്. കാരണം നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന പണം പോലും നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവാക്കിയിരുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് അപമാന ഭാരം ഒരുപാട് ഉള്ളതായി കാണുന്നു. ഒന്നുകിൽ നിങ്ങളുടെ പണം അവർ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ചെയ്തിരിക്കുന്നു. അത് തിരികെ തരാൻ കഴിയാത്തവണ്ണം നിങ്ങളെ നല്ല രീതിയിൽ സാമ്പത്തികപരമായി ചീറ്റ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് അഭിമാന ക്ഷയം സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്തവണ്ണം അവർ ഒരു അടച്ച റൂമിൽ എപ്പോഴും നിങ്ങളെ ഫേസ് ചെയ്യാത്ത രീതിയിൽ മാറി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണാം. അവർക്ക് വേണമെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. പക്ഷേ അവരുടെ ഈഗോ മാത്രമല്ല, അവരുടെ മാനസികമായ അവർ തെറ്റ് ചെയ്തു, അവരുടെ കുറ്റബോധം അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളോട് എന്തൊക്കെയോ പാപങ്ങൾ അവർ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യുന്നതിൽ അവരെ കുറ്റബോധം അവരെ അനുവദിക്കുന്നില്ല. അത്രത്തോളം അവർ ഡിപ്രഷനിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോയതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. മാനസികമായും ശാരീരികമായും ടവറാണ് വന്നിരിക്കുന്നത്. മാനസികമായും ശാരീരികമായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒരു എനർജി ഇവിടെ കാണുന്നു. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളിൽ നിന്നും വിട്ടകന്നിരിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. മറ്റൊരു ദിശയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ പാഷൻ അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികൾക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലും മറ്റേതെങ്കിലും വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ എഫേർട്ട് ഇട്ടതായി കാണുന്നു. സമയം കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികപരമായി ചില കാര്യങ്ങൾ കൊടുത്തതായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ പാഷനിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോകുന്നു. പക്ഷേ അവരൊരിക്കലും അറിയുന്നില്ല അവർ പോകുന്നൊരു അന്ധകാരത്തിലേക്കാണ് എന്നുള്ള കാര്യം അവരറിയാതെയാണ് ആ ഒരു ദിശയിലേക്ക് കടന്നു പോയത്. എന്നാൽ അവർക്കിപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടായിരിക്കും. അതില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പണി വാങ്ങിച്ച് കിട്ടുന്നതായിരിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ
എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാലൻസിങ്ങിൽ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. അതിനുവേണ്ടി അവർ സ്ട്രെങ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള മാനസികാവസ്ഥ ഇല്ല. അവർ ഭയക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുമോ, അവർ നിങ്ങളിലേക്ക് വന്ന് എന്തെങ്കിലും രീതിയിൽ സ്നേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവരുടെ ഈഗോ ഇടിഞ്ഞ് വീഴും. അപ്പം ആ ഒരു കാര്യമൊന്നും അവർക്ക് നിങ്ങളുടെ മുന്നിൽ തകർക്കാൻ സാധ്യമല്ല. അവർക്കെപ്പോഴും അവരുടെ ഭാഗം വിജയിച്ച് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം, പക്ഷേ അവരുടെ ഈഗോ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാരണം. നിങ്ങളോട് അവർക്ക് ഇപ്പോൾ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്നും ഇഗ്നോർ ലഭിക്കുമോ അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം ചെയ്തവർക്കാണ് ആ ഒരു ഭയമുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവർ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എംപ്രസ് വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളിൽ നോക്കിയ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് തോന്നുന്നതായി കാണുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഇപ്പോൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ വളരെ സൗന്ദര്യമുള്ളതായിട്ടും അല്ലെങ്കിൽ വളരെ ഗ്രോത്ത് വന്നിരിക്കുന്നതായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളെ ഏറ്റവും ഒരു ഹെൽപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ടുമൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അടുത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവർ അഫർമേഷൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നു. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രവർത്തികൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അവർക്ക് ബൗണ്ടറി ചെയ്തിരിക്കുന്നു. നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റിലേഷൻഷിപ്പ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം. പക്ഷെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്തിട്ടില്ല. നിങ്ങളിലേക്ക് വരണമെന്നുള്ള കാര്യത്തിൽ അവർ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തികൾ അവരെ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു, അവർ ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണ് കടന്നു പോകുന്നത്, എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവർ ഓവർ തിങ്കിങ് അവർക്കുള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. ഇവിടെ ചില പ്ലാനിങ് നടക്കുന്നുണ്ട്. 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് പ്ലാനിങ്. നിങ്ങളെയാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയെ പൂർണ്ണമായും അവരുടെ മനസ്സിൽ നിന്ന് മാറ്റിയതായി കാണുന്നു. കാരണം തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷൻ ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. കാരണം 7 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ നിന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് അത്ര നല്ല എനർജിയല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളിലേക്ക് ഓഫറുമായി വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ സ്വീകരിക്കുമെന്നും ഇതിനു മുന്നും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നിങ്ങൾ ക്ഷമിച്ച് അവരെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണെന്നും അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പൂർണ്ണമായും വിട്ടുകൊണ്ട് നിങ്ങളെ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ തരണം, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഒരമ്മ സംരക്ഷിച്ച് പോന്നു വരുന്നത് അതുപോലെ തന്നെ അവരുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ഇനിയും ക്ഷമിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പിണക്കമൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അതൊക്കെ മാറിയിട്ട് നിങ്ങൾ തന്നെ അവരുടെ കാല് പിടിച്ച് ചെല്ലും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെ പ്രതിയുള്ള തോട്ട്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്തെന്ന് നോക്കാം. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴും അനുഭവിക്കുന്ന റൂട്ട് ഇഷ്യൂ എന്താണ്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് വിജയം ഇല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ എന്തൊക്കെ തിരിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ നിന്നും തോൽവിയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ചീറ്റിങ്, മറ്റുള്ള വ്യക്തികളിൽ നിന്നും ചീറ്റിംഗ് ആണ് ലഭിക്കുന്നത്. ഒരുപാട് ബേർഡൻ അനുഭവിക്കേണ്ടി വരുന്നു. എത്രയൊക്കെ നിങ്ങൾ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴും അവിടെയെല്ലാം നിങ്ങൾക്ക് ഒരു ഭാരം അല്ലെങ്കിൽ നിരാശ എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളെ വഞ്ചിക്കുന്നതായി കാണുന്നു. അത് ജോലി സ്ഥലത്തായാലും ശരി തന്നെ, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ ആ ചേർത്ത് പിടിച്ച വ്യക്തികൾ തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ സംഭവിച്ച കാര്യം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ്
വാണ്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വെയിറ്റിംഗ് ആണ്. വിജയം ഇപ്പോൾ വരും നാളെ വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റിങ്ങോടുകൂടി ഇരിക്കുകയാണ്. ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക കാര്യമോ ജോലി കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ നല്ലൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നെല്ലാം പരാജയങ്ങളും അല്ലെങ്കിൽ ചീറ്റിങ്ങും ബേർഡനുമാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഒരു വിജയം ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ വെയിറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളിപ്പോൾ വ്യൂസ് അമിത ഭാരം മനസ്സിൽ ചുമക്കുന്നതായി കാണുന്നു. ഓക്കെ, ഗ്രോത്ത് സംഭവിക്കുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പഴയ അനുഭവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഭാരം എന്ന് പറയുന്നത് തന്നെ ഒരു നിത്യ പ്രഗ്നൻ്റ് ലേഡി എങ്ങനെയാണോ അനുഭവിക്കുന്നതായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളും ആ ഒരു മാനസിക വെപ്രാളങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു പ്രഗ്നൻ്റ് ലേഡി എങ്ങനെയാണോ ആ കുഞ്ഞ് വരുന്നത് വരെ അവർ മനസ്സിൽ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും വേദനകളും അതോടുകൂടി ആ കുഞ്ഞ് പുറത്ത് വരുന്നതോടുകൂടി അവസാനിക്കുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ ചുമക്കുന്നതായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ കുറേ നാളായിട്ട് ഇത് ചുമന്നുകൊണ്ട് വരെയാണ്. ഇവിടെ നോക്കിയാൽ ഒരു പട്ടണം കാണാം. നിങ്ങൾ കുറച്ച് നാൾ കൂടി നിങ്ങളിത് ചുമക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും അനുഗ്രഹവും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്തെന്ന് നോക്കാം. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് ഉള്ളത്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ മുന്നിൽ അവർ ഭയങ്കര ഈഗോ കാണിച്ചാണ് നിൽക്കുന്നത്, വളരെ ഈഗോ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അവരുടെ ഉള്ളിൽ നല്ല പ്രണയം നിങ്ങളോടുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായ ഓരോ നിമിഷവും അവരുടെ മനസ്സിലുള്ളതായി കാണിക്കുന്നു. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. ഓക്കെ, അവർ പറയുന്നുണ്ട് നീ എൻ്റെ ലൈഫിൽ ഒരു പാർട്ടായി മാറിയതിന്, അവരോടൊപ്പം നിന്നതിനൊക്കെ നിങ്ങളോട് നന്ദി പറയുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, ഏത് സമയവും നിങ്ങൾ ഒരു പക്ഷേ അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഫിസിക്കലി മെൻ്റലി നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് സമയത്തും നിങ്ങൾ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതിന് നന്ദി പറയുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷേ അത് മനസ്സിലാണ് നന്ദി പറയുന്നത്. ഒരിക്കലും നന്ദി നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ അവർ ശ്രമിക്കത്തില്ല. കാരണം ഇവിടെ വലിയ ആളായിട്ട് സ്വയം ചമഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് അടിയറവ് പറയത്തില്ല, സോറി നിങ്ങളുടെ മുന്നിൽ പറയത്തില്ല. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ എനർജിയും ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണ് ഹെൽപ്പ് ചെയ്തിട്ടും ഫിസിക്കലി മെൻ്റലി ഹെൽപ്പ് ചെയ്തിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ദേഷ്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയും ആകാം. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ ചില മാനസിക ധൈര്യം എടുക്കുന്നതിനായി കാത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ റിലീസ് ചെയ്യണം. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാരണം നിങ്ങളെ അവർക്ക് ഒഴിവാക്കേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും തേർഡ് പാർട്ടി, ചിലപ്പോൾ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഫാമിലിയുടെ ഉപദേശപ്രകാരം നിങ്ങളെ അവർക്ക് വിട്ടുകളയേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ വിട്ടയക്കുന്നത് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ നിന്നെ വിട്ടയക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളെ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയത്തില്ലെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് അവർക്ക് അഫർമേഷനായി ഫലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ പറയാൻ ആഗ്രഹിക്കുന്നു, നീ ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വർത്ത്ലെസ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ മുന്നിൽ അവർ പ്രകടമാക്കാത്ത ഒരു എനർജിയാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ മെസ്സേജ്. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.